Hi guys, good morning. Yeah, why I am recording this video is because today is our first anniversary, so I just thought ഇതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാമെന്ന് ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ ടുഡേ 24 ജൂലൈ ആണ്. സോ ഞാനിന്ന് രാത്രി കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എണീക്കാനും ലേറ്റായി. അതിപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ടാവും. സോ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ഇന്നത്തെ പരിപാടീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് പരിപാടീസുകൾ സത്യത്തിൽ ഒന്നുമില്ല, കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും എനിക്കിതൊന്ന് റെക്കോർഡ് ചെയ്ത് ഒരു മെമ്മറി പോലെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ എം റെക്കോർഡിങ് ദിസ്. എനിവേ ഗൈസ്, ഞാനൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് കാണാം. നേരത്തെ ക്ലിപ്പ് ഞാൻ എണീറ്റ പാടെ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയി എണീറ്റ് ഫ്രഷായി ഒന്ന് കുളിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ഓക്കെ, എല്ലാ ദിവസം പോലെ തന്നെ വെള്ളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു. പോംഗ്രനേറ്റ്, ഗുവ ഉണ്ടായിരുന്നു, മസ്ക് മലൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര നന്നായിട്ട് കഴിച്ചു. സോ ഗൈസ്, ഫുഡ് കഴിച്ചു, കുറച്ച് നേരം ഫാമിലിയായിട്ടിരുന്ന് സംസാരിച്ചു. ഇപ്പം ഞാൻ റെഡി ആവാൻ വന്നതാണ്. ഓക്കെ, വേറെ ഒരു പരിപാടി ഇല്ലെങ്കിലും ഇന്ന് എനിക്ക് റെഡിയായി നിൽക്കണമെന്ന് എനിക്ക് നേരത്തെ മൈൻഡിലുണ്ടായിരുന്ന കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസുകളെല്ലാം വെച്ചിട്ട് ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്തു. സാധാരണ ഞാൻ മേക്കപ്പ് അങ്ങനെ ചെയ്യാറില്ല. കുറച്ച് ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് കിച്ചണിൽ നടക്കുന്നത്, കിച്ചണിൽ എന്താ സ്പെഷ്യൽ എന്നൊക്കെ നോക്കണം ഇനി. ഹലോ ഗൈസ്, എന്തിനാ റെഡിയായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചുമ്മാ ഇങ്ങനെ നിൽക്കാനാണ്. ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മേക്കപ്പ്. എനിക്ക് ഐബ്രോ പോലും വരയ്ക്കാൻ അറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് ട്യൂട്ടോറിയലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഫുൾ ഹെൽത്തി ഫുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സുകൾ, ഒരു നേരം ചോറ് കഴിക്കും, അങ്ങനെയുള്ള രീതിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഫുള്ളി ചീറ്റ് ഡേ അല്ലെങ്കിലും ഒരു ചീറ്റ് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ആനിവേഴ്സറി പ്രമാണിച്ച് ഇവിടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന് പെട്ടെന്ന് നിർത്തി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമേ അല്ല. മധുരമൊക്കെ ഞാൻ ഭയങ്കര മധുരം അഡിക്റ്റായിരുന്നു. ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴെന്തെങ്കിലും മധുരം കഴിക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതെല്ലാം മാറി. ഇന്നത്തെ ഫുഡ് അതാണ്. മേ ബി പായസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഐ തിങ്ക് എന്തായാലും ബിരിയാണിയും ചിക്കനുമാണ് ഇന്നത്തെ ഫുഡ് ഇവിടെ. ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കൽ, എഡിറ്റ് ചെയ്യൽ, അങ്ങനത്തെ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ടൈമൊക്കെ ഞാൻ റെഡിയായി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം അത് മാത്രമല്ല ഗൈസ്, എനിക്ക് ഈ ഒരു 1 ഇയർ ആയെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി എത്ര ഫാസ്റ്റായിട്ടാണ് 1 ഇയർ. അത് ഞാനെന്ന് മാത്രമല്ല, എൻ്റെ ഈ പരിപാടിയിൽ അന്നുണ്ടായിരുന്നവർ, എന്നെ അറിയാവുന്നവർ, ഇവർക്കൊക്കെ 1 ഇയർ ആയെന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു 1 ഇയർ പോയത്. അത് സത്യം തന്നെയാണ്, പെട്ടെന്നാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇയർ ആയ. അപ്പോൾ ഞാനും റിനു ഇന്നലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് 1 ഇയർ ആയല്ലേ. നമുക്ക് പോലും ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ റിനുവിൻ്റെ അടുത്ത് നിന്ന് വന്ന് നിന്നിട്ട് എനിക്ക് എത്രയോ വർഷമായ പോലെയാണ് തോന്നുന്നത്. ഇറ്റ്സ് റിയലി ഹാർഡ്, ബട്ട് എനിവേ ദാറ്റ്സ് ലൈഫ്, റൈറ്റ്. ഇവർ നിർത്തിയിട്ട് സംസാരിക്കാമെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൃത്തിയായിട്ട് നോയ്സ് കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, യാ. ഐ തിങ്ക് ഇറ്റ്സ് എ ജേർണൽ സൈറ്റ്. നമുക്ക് നോക്കാം. യെസ്, ഞാൻ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ.
ഗൈസ് ഈ ഗിഫ്റ്റ് എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ട് ചെയ്തിടും, പ്രത്യേകിച്ച് ഞാൻ ഈ ഐറ്റംസുകൾ കാർട്ട് ചെയ്തിടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ അവൾക്ക് എന്താ കൊടുക്കുക, അവനക്ക് എന്താ കൊടുക്കുക എന്ന് ചിന്തിക്കേണ്ട, ഈ കാർട്ട് കയറി നോക്കിയാൽ മതി. അപ്പോൾ എനിക്കിത് പൊട്ടിക്കുന്നതിന് മുന്നേ എനിക്കറിയാമായിരുന്നു എൻ്റെ കാർട്ടിൽ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസുകൾ തന്നെ ആയിരിക്കും ഇതിലൊക്കെയെന്ന്. പക്ഷേ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ ഫേവറേറ്റ് ഞാൻ വാങ്ങിക്കണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ച് എല്ലാ പ്രോഡക്റ്റ്സുകളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ബേബി, ഐ ലവ് യു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഞാനിതെൻ്റെ ഒരു വ്ളോഗാണല്ലോ, അപ്പോൾ ഈ ഡേ വന്ന എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നാൽ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഒന്നുകൂടി നോക്കാം. അരവണ റൈസ് ഇടാം. ഓക്കെ, റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു, ചിക്കൻ റെഡി ആവാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്ന് നോക്കി ചിക്കൻ റെഡി ആയോ, അത് കറക്റ്റ് വെന്തോ എന്നൊക്കെ നോക്കിയപ്പോൾ അതായിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി വേവ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും കൂടിയൊക്കെ അതുപോലെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീം ചെയ്യിക്കാനായിട്ട്. അങ്ങനെ വെച്ച് റെഡിയായി. പിന്നീട് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ആക്കിയിട്ട് പിന്നെ നോക്കിയപ്പോൾ സൂപ്പറായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് ചേർക്കട്ടെ. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് മസാല ഫുൾ ചിക്കനെ മസാല പുരട്ടിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റ് ഇരിക്കുന്ന ആ മസാലയിലാണ്. പിന്നെ വാപ്പി വെക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു, കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാനിനി നിങ്ങൾക്ക് എൻ്റെ കല്യാണ ആൽബം കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തായാലും അത് നോക്കാൻ എടുത്ത് വെച്ചപ്പോൾ ആയിത്തോട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് മാമയാണ് കേട്ടോ, എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു മാമയാണ്. ഇതെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ കുറേ മെമ്മറീസ് സിറ്റുവേഷൻസൊക്കെ ഇതിങ്ങനെ പോകുമായിരുന്നു മൈൻഡിൽ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ ഒരാളും കൂടി ഉണ്ട്. ഇതെൻ്റെ ബ്രൈഡ് ടു ബി ഫങ്ഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ. കണ്ട് വളർന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അതൊക്കെ ഒരു ലക്ക് തന്നെയാണ് ഗൈസ്. ടച്ച് വുഡ് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ ഇടവരാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കുന്ന ഒരു പാർട്ട്ണറിനെ തന്നെ. അമ്മേ നല്ല പായസം വെക്കുന്നുണ്ട്, ഏത് പായസമാണെന്ന് ചോദിച്ചേക്കാം. മസാലി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് മിൽക്കാണ് ഇതിൻ്റെ അകത്ത്, എനിക്ക് മിൽക്കൊന്നും കുടിച്ചുകൂടാത്തതാണ്. പിന്നെ ഇതിൽ ശർക്കരയാണ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേന്ന് വെച്ചു. സോ ഗൈസ്, ഇന്നത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്കറിയാം വലിയ കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസം നടക്കില്ല, കാരണം ഞാനും ഉമ്മി മാത്രമേ ഇവിടെ വീട്ടിലുള്ളൂ. വാപ്പി രാവിലെ ഷോപ്പിൽ പോവും. പക്ഷേ എനിക്ക് ഇന്നത്തെ ഡേ അതിന് എന്താണെങ്കിലും എനിക്ക് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ ഗൈസ്, ഇനി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിടന്ന് ഉറങ്ങണം ഗൈസ്. ഓക്കെ, ഈ ഒരു ഡേ ഷൂ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എനിവേസ്, റിനു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് കുഴപ്പമില്ല, സന്തോഷമായിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് എന്നെയും റിനുവിനെയും കൂടി ഒരുമിച്ച് കാണാൻ പറ്റട്ടെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാനും പറ്റട്ടെ. ആമീൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്. ഞാൻ വീഡിയോ എല്ലാം വൈൻഡപ്പ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴാണ് ഇതിപ്പം കറക്റ്റ് നൈറ്റ് 7 o'clock 8 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ ഒരു വീഡിയോ എൻഡ് ചെയ്തതാണ്, പക്ഷെ ലാസ്റ്റ് ഞാൻ ഇത് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് വന്നേക്കുവാണ് ഗൈസ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഐ ലൈക്ക് ഇറ്റ്. There is one frame and one earring and nuts ഉണ്ട്, പിന്നെ ഒരു ചെയിൻ ഉണ്ട്. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഹോണസ്റ്റ്ലി ഐ ആം സെയിങ്, എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനൊരു ഗിഫ്റ്റിൽ എൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ബാബി ആൻഡ് ഉമ്മ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗിഫ്റ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഒന്നും കൂടി ബൈ ബൈ.